കോഴിക്കോട്, വയനാട്, മാഹി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3118E. 165-ലധികം ക്ലബ്ബുകളും 6000-ലധികം അംഗങ്ങളുമുള്ള ഈ സംഘടന സമൂഹത്തിലെ ദശലക്ഷക്കണക്കിന് ജീവിതങ്ങൾക്ക് താങ്ങായി പ്രവർത്തിക്കുന്നു. ഈ വർഷം 1000 അംഗങ്ങളെ പുതുതായി ചേർക്കുവാനും അതുവഴി ലയൺസ് ഫൗണ്ടേഷന് 1 കോടി രൂപ സംഭാവന നൽകുവാനും പദ്ധതിയിടുന്നു. വയനാട് ചൂരൽമല മണ്ണിടിച്ചൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി 5.25 കോടി വിലമതിക്കുന്ന ലയൺസ് ആശുപത്രി വടുവഞ്ചാലിൽ ഉടൻ തുടങ്ങാൻ ലയൺസ് ഫൗണ്ടേഷൻ തയ്യാറായി കഴിഞ്ഞു. പ്രധാനമായിട്ടും 150ഓളം വാട്ടർ പ്യൂരിഫയറുകൾ ഗവൺമെൻറ് സ്കൂളുകളിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ 250ഓളം ആർട്ടിഫിഷ്യൽ ലിംബ് ക്യാമ്പ് ലൂടെ നടത്തി വിതരണം ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ 100ഓളം ഓർത്തോട്ടിക് ലിംബ് മറ്റ് അവയവങ്ങളുടെ നഷ്ടപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കുന്ന പരിപാടി, അതുപോലെ ഓർഫനേജുകൾ സഹായിക്കൽ, അതുപോലെ 200ഓളം സ്കൂളുകളിൽ ഷുഗർ ബോർഡ്, അതായത് ഡയബറ്റിക് പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഷുഗർ ബോർഡുകൾ സ്ഥാപിച്ചു. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ വികസനം, 10ഓളം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. അതുപോലെ 25ഓളം വീടുകൾ പാർഷ്യലായിട്ട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ക്യാൻസർ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഒരു റാലി സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷം. അത് വേൾഡ് റെക്കോർഡ് ഓഫ് ബുക്കിൽ ഇടം പിടിച്ച ഒരു പ്രവർത്തനമായിരുന്നു. 2025 ജൂലൈ 27 ഞായറാഴ്ച കോഴിക്കോട് ബാലുശ്ശേരി ശ്രീ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ നടക്കും. ലയൺസ് ഫൗണ്ടേഷന് വ്യക്തിഗതമായി $9 മില്യൺ സംഭാവന ചെയ്ത അഭയ് ഔസ്വാൾ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണായ ഡോക്ടർ അരുണ അഭയ് ഔസ്വാൾ മുഖ്യാതിഥിയും ഇൻസ്റ്റാളിംഗ് ഓഫീസറുമാകും. കോഴിക്കോട് സ്വദേശിയായ രവി ഗുപ്തയാണ് ഡിസ്ട്രിക്ട് ഗവർണർ. വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി ടൈറ്റസ് തോമസ്, PS സൂരജ് എന്നിവരാണ്. കേരളത്തിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നൽകിയ അതുല്യവും ശ്രദ്ധേയമായ സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തിന് ചടങ്ങിൽ വെച്ച് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റാലിറ്റി ഐക്കൺ അവാർഡ് നൽകി ആദരിക്കും. ചിറ്റിലപ്പള്ളി ഗ്രൂപ്പുമായി സഹകരിച്ച് വീടില്ലാത്തവർക്ക് വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി 50 വീടുകൾ നിർമ്മിച്ചു നൽകും. പോലീസ് സ്റ്റേഷനുകളിലും വില്ലേജ് ഓഫീസുകളിലും ശുദ്ധീകരിച്ച ജലവിതരണം, കാഴ്ച പരിമിതിക്കുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിനും ചികിത്സയ്ക്കും വേണ്ടി 5 ലക്ഷം രൂപ, വിവിധ സ്ഥലങ്ങളിൽ പ്രമേഹ രോഗികളെ കണ്ടെത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതി എന്നിവ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ കാര്യമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ എന്തെന്നൊക്കെയാണെന്ന് വെച്ചാൽ, ചിറ്റിലപ്പള്ളി ഗ്രൂപ്പുമായി സഹകരിച്ച് വീടില്ലാത്തവർക്ക് വീട് എന്ന പ്രോജക്റ്റ് എന്ന ഭാഗമായി 50 വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത്. പോലീസ് സ്റ്റേഷനുകളിലും ഓഫീസുകളിലും ശുദ്ധീകരിച്ച ജലവിതരണം, കഴിഞ്ഞ വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 200ഓളം വിദ്യാലയങ്ങളിൽ നമ്മൾ കുടിവെള്ള പ്ലാന്റ് നിർമ്മിച്ച് നൽകി. അതേപോലെ വില്ലേജ് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലുമാണ് ഈ വർഷത്തെ പ്രോഗ്രാം. അതേപോലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 5 ലക്ഷം രൂപ സമാഹരിച്ച് നൽകുന്നതായിരിക്കും. വിവിധ പ്രദേശങ്ങളിലുള്ള പ്രമേഹ രോഗികളെ കണ്ടെത്താനും അവരെ സംരക്ഷിക്കുവാനുമുള്ള പദ്ധതിയും ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ നൈപുണ്യ നവീകരണത്തിനായി ഉഡാൻ പദ്ധതി ആരംഭിക്കാൻ സൈബർ കുറ്റകൃത്യങ്ങൾ തടയൽ, വിശപ്പ് നിവാരണം, പരിസ്ഥിതി അവബോധം, പീഡിയാട്രിക് ക്യാൻസർ, യുവജന ശാക്തീകരണം, ദുരന്ത നിവാരണം എന്നിവയിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. പത്രസമ്മേളനത്തിൽ മാർക്കറ്റിംഗ് ചെയർപേഴ്സൺ ഷാജി ജോസഫ്, ഡിസ്ട്രിക്ട് സെക്രട്ടറി M വിനോദ് കുമാർ, LCIF ചെയർപേഴ്സൺ ഡോക്ടർ പുരുഷോത്തം ബസപ്പ, GLT കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വിനോദ് ഭട്ടതിരിപ്പാട്, ഡിസ്ട്രിക്ട് ഇവന്റ് ചീഫ് കോർഡിനേറ്റർ പ്രസൂൺ കുമാർ എന്നിവർ പങ്കെടുത്തു. നറിയൻ ന്യൂസ് കേരള, കണ്ണൂർ. इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ.